ഇത് സ്വാതി, ഇത് ഞാനുമാണേ. ഒരു വാഴയെ മറഞ്ഞു നിന്നിട്ടുണ്ട്. മതി മതി മാറാ. ഹായ് മക്കളെ, ഇന്ന് വീണ്ടും ഞാൻ ഒരു വ്ളോഗ് ലിയോ ഒരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താണ് കാണാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം ഒരു ഡെയിലി വ്ളോഗായിട്ട് ചുമ്മാ എടുത്താണ്. കുറേ ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരിടത്തും വീട്ടിലങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ കാണിച്ചു തരാം. ഇന്നലെ ടൈലിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീട് മൊത്തം അലങ്കോലമായി കിടക്കും. നമ്മളെ വീട് ശരിക്കും എത്ര 2008 പണി തുടങ്ങിയത്. നീ കൊച്ചായിരുന്നു, നീയാണ് കുറ്റി വെച്ചത്. ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഡിസംബർ ആകുമ്പോൾ 5 വർഷം കഴിയും. 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയും വെച്ച വെള്ളമടി നിർത്തിയിട്ട്. 5 ഓണോ 5 ക്രിസ്മസും ആകും. അപ്പോൾ 5 വർഷമായി വെള്ളമടി നിർത്തിയിട്ട്. അപ്പോൾ എനിക്ക് എത്ര നല്ലൊരു മോഡലാവും. 23 വയസ്സുള്ളപ്പോൾ നിർത്തിയല്ലേ. ഓ അച്ഛ ഒരു സീൻ തന്നെ അച്ഛ. 5 വർഷമായി വെള്ളമടി നിർത്തി, നല്ല കുട്ടിയായിട്ട്. നിങ്ങളെ കണ്ട് നമ്മളാടിച്ച് ബിറ്റായി നടന്നിരുന്ന എന്തിനു എനിക്ക് ഷെയർ ഇടുന്നുണ്ടല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. എനിക്ക് ഷെയറുണ്ട്. ഈ മണിയണ്ണൻ്റെ മോൻ പറഞ്ഞതാണ്, അത് പഠിക്കുന്ന മാടൻ്റെ മോനെ അവിടെ ചെരുപ്പ് ഇടായിട്ടേ. നിങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ച് പിറ്റായി കിടന്നുകൊണ്ടാണ് നമുക്ക് കുടിക്കാൻ തോന്നാത്തതും നമ്മൾ ഈ ലെവലിലൊക്കെ എത്തിയതും. കറക്റ്റാണ്. എൻ്റെ അടുത്ത് ആദ്യമായിട്ടൊരു നല്ല വർത്തമാനം പറയുന്ന ഒരാളാണ്. അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരന്മാരൊക്കെ പോയി കുടിക്കുന്ന കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. കുടിക്കാത്തവർക്കൊക്കെ അതിനേക്കാളും പവറുള്ള കൂട്ടുകാരുണ്ട്. ആ ചോറ് തന്നെ ചോറ് എടുത്ത് വെച്ചിരുന്നു കാക്കയ്ക്ക്. നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു കാക്ക ഉണ്ടല്ലേ? ഉണ്ട്. അച്ഛൻ ചോറ് തന്നെ ഇരിക്കുമ്പോൾ ഒരു കാക്ക ഇവിടെ വന്നിരിക്കും. കാലത്ത് എന്നൊക്കെ തിന്നിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം വരും. ഇനി ഇവിടെ എല്ലാം തിന്നണമെങ്കിൽ ഓടി അത് അവിടെയും കൊണ്ട് വരണം. എനിക്ക് തോന്നുന്നു ഇത് അങ്ങ് വരണത് എന്നെ എന്തേ. പിന്നെ പത്തനംതിട്ട വരെ കാക്കയായിരിക്കും. അതിന് വണ്ടിക്കൂലി കൊടുക്കണല്ലോ. ആരെങ്കിലും ബസ്സിന് മുകളിൽ കയറി ഇരുന്നാൽ മതിയല്ല. ഞാൻ കാരണം എന്നെ വണ്ടി കയറി ഇരുന്നാൽ പോരി. ശരിയാണ്. തല്ലിമാല ബ്രോ പറഞ്ഞു തീന്നില്ല. അതേവരത്ത് നമ്മളെ പരസ്യത്തിൽ കണ്ടത്. ഇനി പരസ്യത്തിൽ കാണും, സിനിമയിൽ കാണും. ഇരുന്നിരുന്നേക്ക് പരസ്യം വന്ന് വിട്ടു നോക്കിയപ്പോഴത്തേക്ക് ഹലോ മാഡം എന്ന് പറഞ്ഞ ഒരാള് വന്ന് അമ്മ നോക്കിയപ്പോ ഉണ്ണി. ഞാൻ നിൽക്കുന്നു. ഞാൻ ഇൻസ്റ്റയില് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നോക്കിയപ്പോ ഇൻസ്റ്റയില് മാത്രല്ല പിടി, നമുക്കങ്ങ് പരസ്യത്തിലുണ്ടോ, ന്യൂസ് ചാനലുണ്ടോ പിടി. നമ്മളിപ്പോ അതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. ന്യൂസ് ചാനലിലൊക്കെ വന്ന് തുടങ്ങി ഓടി വന്നിട്ട് പരസ്യത്തിൽ കണ്ടല്ല. നമ്മളിനി സിനിമയിൽ വരുകൂടോ. സിനിമയില് പറഞ്ഞു ഫസ്റ്റത്തെ വ്ളോഗ് ഞാൻ ഇട്ട്. അപ്പൊ നിന്റെ നിക്കറ തല്ലുമാലയിലാണെന്ന് പറഞ്ഞു. ഓ സ്കൂളിൽ പോകുമ്പോ എനിക്ക് കിട്ടും. പക്ഷെ കുഴപ്പമില്ല, 15K ആയതേ ഉള്ളൂ. ഇന്നിനിപ്പോ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തിന് കമ്പ് അല്ല. അപ്പൊ ഗൈസ് നമുക്ക് പുതിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. റംബൂട്ടാൻ പറിക്കാം. ഓ എടേ, ഡെയിലി വ്ളോഗ് എടുക്കാൻ എന്ത് കണ്ടന്റ് എടുക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കണ്ടന്റുകൾ ഓരോന്നായി നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. നമുക്ക് റംബൂട്ടാൻ പറിക്കാം. അപ്പുറത്തെ വീട്ടിലെ റംബൂട്ടാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ താണ്ടെ മതിലിൻ്റെ ഇപ്പുറത്ത് വന്നിരിക്കണം. 1-2 പഴുത്തതേ ഉള്ളൂ. അത് ഇപ്പോഴേ പറിച്ചാലേ ബാക്കി അടുത്ത് നിൽക്കുന്നതൊക്കെ കൂടെ തറയിൽ പൊഴിയും. കുറച്ചുകൂടെ പഴിക്കട്ട്. ഡേ മാമനെ കൊണ്ടെന്ന് പറയാം, ഇതൊന്നും പഴുത്തില്ല, ഇതൊക്കെ പുളിപ്പായി കഴിഞ്ഞാൽ തിന്നു നോക്കണം. അപ്പൊ അറിയാം. ഒന്ന് പറിച്ചെങ്കിൽ തിന്നു നോക്കാം. ഇത് പിടി. അത് 0.5 രൂപ. ഇപ്പുറത്തെ വീട്ടിലെ റംബൂട്ടാനാണെങ്കിൽ നമ്മളെ വീട്ടിലാണ് നിൽക്കണേ. ഓ നല്ല ചന്തം. പക്ഷേ ഇത് പഴുത്തിട്ടില്ല. ഒരെണ്ണം എന്തായാലും കണ്ടിട്ട് കൊതി വന്നപ്പോൾ പറിച്ചു പോകാം. കഴുത്തിൽ എന്തൊരു കടിച്ചേടി. ഇന്നലെ ഇട്ട് ഹെൽമെറ്റ് വെച്ചിരുന്നേ.
ഈ ഹെൽമെറ്റിൻ്റെ ഉടുപ്പിൻ്റെ എഡയിൽ ഒന്ന് അടിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടകാലം നോക്കടാ. ആ ഡേയ് ഉം. ഈ കമ്പിയെല്ലാം ഫിറ്റ് ചെയ്താൽ ഉടനെ ഉം. ഗേറ്റ് വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഉം. പെണ്ണ് കെട്ടണം, പൊടി മക്കളെയും നോക്കി വീട്ടിയിരിക്കണം. എനിക്ക് അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് പെണ്ണ് കെട്ടണോ? എനിക്കില്ല. പിന്നെ എടാ ഞാൻ പോയ വഴിക്കെല്ലാം പെണ്ണ് കെട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു പെണ്ണ് കെട്ടാൻ? നിങ്ങൾക്ക് എന്താ വയസ്സാവണ്ടേച്ചാ. ഗൈസ് റംബൂട്ടാൻ ചെറിയൊരു പുളിപ്പുണ്ട്. അല്ലടാ കൊള്ളാം. എന്താണ് മമ്മി ചെയ്യുന്നത്? ജോലിക്ക് പോയി. എത്ര 28-ാം തീയതി വീട്ടിൽ നിന്ന് പോയ ഞാനാണ്. ഇന്ന് ഒരു ദിവസമാണ് ഞാൻ വീട്ടിൽ ഇരുന്നത്. ഇന്ന് നിങ്ങൾക്ക് എന്നെ പറഞ്ഞു വിടണോ? ഈ അമ്മേൻ്റെ അടുത്ത് ജോലിക്ക് പോകാൻ പറഞ്ഞാ. എൻ്റെ അച്ഛൻ പറഞ്ഞു ജോലിക്ക് പോകണ്ടെന്ന്. ജോലിക്കൊന്നും പോണ്ട, ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ അപ്പീലില്ല. എല്ലാരും കൂടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം സംഭവിക്കും. എന്താ ഇതിനെ കൊണ്ട് നീ കാശ്മീരിലോ എവിടെ പോയി ഞാൻ ഒന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് എനിക്കൊരു മനസമാധാനത്തോടെ 10 ദിവസം വീട്ടിൽ നിൽക്കട്ടെ. നീ ഒരു മാസം ഇതിനെ കൊണ്ട് അവിടെ ഇരുന്നു. ഇത് കണ്ട, ഇതിനകത്തൊരു നാക്കുണ്ട്, ഗോൾഡൻ നാക്ക്. ആ നാക്ക് വെളിയിൽ വന്നാ തീർന്ന്. അച്ഛനും ഞാനും ഒക്കെ ഓടും അല്ലേ മാ? നടന്നു ഇങ്ങോട്ട് നടന്നു ഇതിനെ കൊണ്ട് വന്നിട്ട് നടന്നു പറഞ്ഞത് കാണണോ? ഈ വീട്ടിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ 150 രൂപയ്ക്ക് നല്ല ഇതാണ്. ഞാൻ കണ്ടത് അവിടെ കൊണ്ട് വെച്ചില്ലേ. ഇടാ ഇതൊന്നും ദഹിക്കാനോ ശരീരത്ത് പിടിക്കാനോ സമ്മതിക്കില്ല. സ്വപ്പ കഴിയുമ്പോ നാക്ക് നീട്ടും. അമ്മ നാക്ക് ചെറുതായിട്ട് അപ്പൊ അറിയാം മോനു പാലുകുടി. ഓ സ്ട്രോങ് ആയി. അടുത്ത ലൊക്കേഷൻ ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട്. ഇവിടെയാണ് എൻ്റെ തീറ്റയും കുടിയും ഉറക്കമൊക്കെ നടക്കണത്. ഇത് സ്വാതി വാങ്ങിച്ചു തന്ന ഒരു ചെടിച്ചട്ടിയും ചെടിയുമാണ്. അല്ലാതെ നമ്മളിവിടെ ചെടിയൊന്നും വെക്കൊക്കെ ഇല്ല. ഇതും അവൾ വാങ്ങിച്ചു തന്നെ. ഇനി ഒരു ചെടിയും കൂടെ ഉണ്ട്, അത് ബാക്കിലിരിപ്പുണ്ട്. ബാക്കിൽ കുറച്ച് സ്ഥലവും കൂടെ ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ആ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളത്. എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളാണിത്. അദ്ദേഹം ഉറങ്ങുകയാണ്. അദ്ദേഹം ഉറങ്ങട്ടെ. നമുക്കിനി എന്തൊക്കെ പരിപാടികളുണ്ട്? കൊണ്ട് വീട്ടിൽ വയ്ക്കണം, പിന്നെ ഉറക്കെ പറ, മൈക്കില്ല. നീ ഇങ്ങനെ കിടന്ന് സ്വകാര്യം പറയണം. ഒന്നുമില്ല, റെയിൽ കൊണ്ട് വീട്ടിൽ ഇറക്കുക, ബാക്കി പയ്യണ്ടില്ലേ. ഓക്കെ, നമ്മളിവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗോഡൗണിൽ പോയി ടൈൽ എടുക്കണം. പൈസ ആയില്ലല്ലേ? അതിൻ്റെ ഇടയിൽ 50 രൂപ പൊക്കം നോക്കുന്നോടാ. ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്, അതിനെ ഇടിച്ച് പൊളിച്ച് കളയരുത്. സത്യം. അതെന്തൊരു തുമ്മല. ലെറ്റ്സ് ഗോ ബേബേ. വണ്ടി എടടാ വാവേ. ഇതാണ് നമ്മളുടെ എടുത്ത ടീല്. എടുത്ത ഇതെന്തോ ഓരോ വീടുകളിൽ കണ്ടെയ്നറിലാണ് സാധനം പോണത്. ഇത് നമ്മുടെ ഞാൻ പൈസ കൊടുത്ത് അടിച്ച സീറ്റ് കവറാണ്. എല്ലാത്തിനും ഞാൻ തരും. സബ്സ്ക്രൈബറിനെ ഇവിടെ കണ്ടിട്ടുണ്ട്. സച്ചു എന്നാണ് പേര് സബ്സ്ക്രൈബർ ഇപ്പോൾ ഉണ്ടത്തക്കടി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബർ ഇപ്പം കട വീട് തന്നെയല്ലേ? ഞാൻ ഡെയിലി വ്ളോഗ് തുടങ്ങിയ കാര്യം അറിഞ്ഞായിരുന്നു. വല്ലതും കാണുന്നുണ്ടോ? പിന്നെ കമന്റ് ഇടാൻ പിന്നെ ഇനി വീട്ടിൽ വന്ന് പറയണോ? ഞാൻ ഇട്ടില്ലേ ധനുഷിന്റെ മോനെ. ഓ ശരിയാണ്, ഇവിടെ ശരിയാണേ. അത് ഇന്നല്ലേ കമന്റ് ഇട്ട നീ? ഞാൻ ഓക്കെ, സോറി. എന്റെ തെറ്റാണ്. എന്റെ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ഇടുന്ന ആളാണ് ഞാൻ. എനിക്ക് തെറ്റ് പറ്റി പോയതാണ്. എവിടെ പോയിട്ട് പറഞ്ഞ എന്താണ് പറയാനുള്ളത്? 2 വാക്ക് പറ. 1 2 വെളുത്തറ സുന്ദരനായല്ലോ ഇപ്പം. ലോങ് വീഡിയോ കണ്ടാ മതി. വീഡിയോ ഇടും, നീ കാണണം, നീ കണ്ടോളാം. സടപടലം നമ്മൾ ഒരു മുട്ടം പണി കിട്ടി കാണിച്ചു തരാം. രാവിലെ നിങ്ങൾ കണ്ടില്ലേ എന്ത് അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം.
തെങ്ങും മറിഞ്ഞ് വീണിട്ടുണ്ട്, ഒരു വാഴയും മറിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഷോ ഓഫാണ്. നല്ല വയറ് കാണിച്ചോ, വയറൊക്കെ നല്ല വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ചണ്ണ വയറായിട്ടുണ്ട്. അതൊക്കെ ഒരുത്തൻ വരുന്നുണ്ട്, അവനെ കാണിക്കില്ല. ഇങ്ങ വാ വന്നോ. 6 പാക്ക് ഉള്ളതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ ഇവൻ കാണിക്കുന്നത്. അതിരി കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് മാത്രമല്ല എൻ്റെ ഹെൽത്തും കൂടെ ഞാൻ ശ്രദ്ധിക്കും. എന്നിട്ട് ഇവനെ അടിച്ച് ഒതുക്കുന്നൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എടാ എനിക്ക് ലൈറ്റ് ഇല്ലടാ, മതി മാറാ. അപ്പോൾ ഗൈസ്, കൺസിസ്റ്റൻസിയാണ് മെയിൻ സാധനം. അത് ഞാൻ കീപ്പ് ചെയ്ത് ഞാൻ അപ്പം ഇതാ മാറി. എനിക്ക് ജനറ്റിക്സ് ആയിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ വർക്കൗട്ട് ക്യാമറക്കകത്ത് വരുമ്പോൾ ഈ ബാക്ക്, ഇതാണ് എൻ്റെ നല്ല ബാക്ക്. അതല്ല, ഇതാണ് എൻ്റെ ബാക്ക് പൊസിഷനല്ല ബാക്ക്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഒരു 6 പാക്ക് ഇല്ലെങ്കിൽ ഒരു 4 പാക്കെങ്കിലും ആയിട്ട് ഞാൻ വരും. ഒരു മിനിമം ഒരു 4 പാക്കെങ്കിലും ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്നോട്ട് ഞാൻ എൻ്റെ വ്ളോഗ് മാത്രമല്ല, ഇതെത്ര പാക്കടേ അരിച്ചാക്ക അയ്യേ. അപ്പം ഡേ 1 ആണ് ഇത്. ഡേ 1 ഇതെന്തിനാണ് എടുത്ത് വെക്കണതെന്ന് വെച്ചാൽ ഡേ 6, ഒരു 60 ദിവസത്തെ ചലഞ്ച്. 60 ദിവസം വ്ളോഗ് വിട്ട് 60 ദിവസം ഞാൻ എൻ്റെ ഹെൽത്തും നോക്കിയാൽ ഞാൻ സൂപ്പറാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു കിഴങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 2 പേരെ കണ്ട്. ഇതെനിക്ക് സ്വാതി ഗിഫ്റ്റ് തന്നൊരു സാധനമാണേ. ഇത് സ്വാതിയും ഇത് ഞാനുമാണേ. നല്ല രസമുണ്ട്. ഇത് മറ്റേ എന്ത് ക്രോഷയോ അങ്ങനെയാണെന്ന് പറയണത്. എൻ്റെ മുടിയൊക്കെ നോക്കി, എൻ്റെ മുടി അവളുടെ മുടി നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി കാണിച്ചു. കാര്യം അല്ലെങ്കിൽ തന്നെ ഇന്ന് കണ്ടൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ അവസാനം വരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നന്ദിയുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ കൺസിസ്റ്റൻസി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒരു വ്ളോഗ് എടുത്തത്. അപ്പോൾ ബാക്കി നാളെ ഞാനൊരു കണ്ടൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഞാനൊരു സൂത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ആമസോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നാളെ അവളും കൂടെ വന്നിട്ടത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് അവൾ പ്രശ്നം ഉണ്ടാകും. അവൾക്കും കൂടെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് ചെറിയ കുഞ്ഞു സാധനം. അപ്പോൾ ആ വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. നാളെ ഞാൻ ഈ സമയം വീഡിയോ ഇടാം. കാണണോട്ടാ.